കാലം വ്യതിയാനങ്ങൾക്ക് നിരന്തരമായി അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലിബറലിസവും ഫെമിനിസവും എല്ലാം ഈ കാലത്തെ കാർന്നു തിന്നുമ്പോൾ ഒരു വിശ്വാസിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവെന്ന് പറയുന്നത് ഒരു ദീർഘയാത്രാ സഞ്ചാരിയുടെ മലമൂത്ര വിസർജനത്തിനും മറ്റ് ആവശ്യങ്ങളും നിറവേറാൻ വേണ്ടിയുള്ള ഒരിടമാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ശൗചാലയത്തിന്റെ സ്ഥാനം മാത്രമാണ് ഈ ദുനിയാവിനുള്ളത്. പിന്നെ എന്തിനാണ് അതിനെ മോടി പിടിച്ച് പ്യൂരിഫൈ ചെയ്യുന്നത്? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു വ്യക്തി 2 മുറികൾ യൂസ് ചെയ്യുന്നുണ്ട്. അതില് ഓന്റെ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ വേണ്ടി, അഥവാ ഉറക്കം, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു മുറിയും, മറ്റേത് അവൻ ശൗചാലയമായി യൂസ് ചെയ്യുന്ന ഒരു മുറിയും. അങ്ങനെ അവനൊരു ദിവസം ഈ ശൗചാലയമായി യൂസ് ചെയ്യുന്ന ഈ മുറി അവന് കുറെ പൂക്കളും ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു, വളരെ പെയിന്റ് അടിച്ച് ഉഷാറാക്കി കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് ചിന്തിക്കുക ആ ചെയ്യുന്ന ആള് വെറൊരു വിഡ്ഢിയാണെന്നാണ്. എന്നാൽ അവന്റെ ശാശ്വതമായ ആഖിറത്തിലേക്കൊന്ന് അവൻ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല. ഇതാണ് ഒരു വിശ്വാസിയുടെ അവസ്ഥ. എന്ത് നീചമാണല്ലേ. ഹാവ് എ നൈസ് ഡേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.